ഹായ് ഓൾ. അപ്പോൾ നമ്മൾ EC2ൻ്റെ അകത്തിരിക്കുന്ന പർച്ചേസിംഗ് ഓപ്ഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. നമ്മൾ ഓൾറെഡി ഇത്രയും കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് നമുക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസുകളെ പറ്റിയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. അപ്പം ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സിമിലറാണ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റുമായിട്ട് കുറച്ചൊക്കെ സിമിലറാണ്. അതായത് നമ്മളുടെ ഇൻസ്റ്റൻസ് ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു ഹോസ്റ്റിലായിരിക്കും അവൻ റൺ ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റുമായിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിൻ്റെ കേസിൻ്റെ അകത്ത് അണ്ടർലൈങ് ആയിരിക്കുന്ന ഹാർഡ്വെയറിൻ്റെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാമായിരുന്നു. നമ്മൾ തന്നെയായിരുന്നു ഇൻസ്റ്റൻസുകളെ പ്ലേസ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെയായിരുന്നു. പക്ഷേങ്കിൽ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിൻ്റെ കേസിലാണെങ്കിൽ ഇൻസ്റ്റൻസുകളെ പ്ലേസ് ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന AWS ആണ് തീരുമാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഹോസ്റ്റിലായിരിക്കും റൺ ചെയ്യുന്നത്. അപ്പം ആ ഹോസ്റ്റിൽ തന്നെ ചിലപ്പോൾ AWS ആണ് തീരുമാനിക്കുന്നത് ഏത് ഹോസ്റ്റിലാണ് റൺ ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേങ്കിൽ നമ്മൾ റണ്ണ് ചെയ്യുന്ന ഹോസ്റ്റിൻ്റെ അകത്ത് വേറെ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസുകളൊന്നും റൺ ചെയ്യുന്നില്ല എന്നുള്ളത് AWS എൻഷുർ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, അതൊരു ഹോസ്റ്റിൽ റണ്ണിങ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റിൻ്റെ അകത്ത് വേറൊരു AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ഇരിക്കുന്ന AWS അക്കൗണ്ട് ഉണ്ടല്ലോ അല്ലേ, ആ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന വേറെ ഏതെങ്കിലും ഇൻസ്റ്റൻസുകൾ ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റിൻ്റെ അകത്ത് റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഈവൻ അത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ആണെങ്കിൽ കൂടി ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റിൻ്റെ അകത്ത് റൺ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പം അത് പ്യുവർലി, അതായത് ഏതൊക്കെ ഇൻസ്റ്റൻസുകളെ ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റിൽ റൺ ചെയ്യിക്കണം എന്ന് തീരുമാനിക്കുന്നത് AWS ആണ്. പക്ഷേങ്കിൽ AWS എൻഷുർ ചെയ്യും നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസുകൾ മാത്രമേ റൺ ചെയ്യൂ എന്നുള്ളത്. ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ AWS ഹോസ്റ്റ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ചില ലൈസൻസുകളെല്ലാം അങ്ങനെയുള്ളത് കാരണം നമുക്ക് ആ ലൈസൻസുമായിട്ട് കംപ്ലൈൻസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് തന്നെ വേണ്ടി വരും. പക്ഷേങ്കിൽ അങ്ങനെയുള്ള ലൈസൻസുകളെ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എല്ലാ റൂളുകളും ഫോളോ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷേങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അല്ലേ, ചില ആപ്ലിക്കേഷൻസ്, സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ആപ്ലിക്കേഷൻസിന് നമ്മൾ റണ്ണ് ചെയ്യുന്ന ഹോസ്റ്റിൽ വേറൊരു ഇൻസ്റ്റൻസുകൾ അല്ലെങ്കിൽ വേറൊരു കമ്പനിയുടെ വേറൊരു AWS അക്കൗണ്ടിൻ്റെ ഇൻസ്റ്റൻസുകളൊന്നും പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടി നമുക്ക് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റ് വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. ആ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, അതായത് നമ്മളുടെ ഹോസ്റ്റിൻ്റെ അകത്ത് വേറൊരു കമ്പനിയുടെ അല്ലെങ്കിൽ വേറൊരു AWS അക്കൗണ്ടിൻ്റെ ഇൻസ്റ്റൻസുകളൊന്നും റൺ ചെയ്യുന്നില്ല, അങ്ങനെയുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും നമുക്കില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കമ്പനികൾ, അങ്ങനെയുള്ള റൂളുകളൊക്കെ ഉണ്ടെങ്കിൽ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹോസ്റ്റിൻ്റെ അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസുകൾ മാത്രമേ റൺ ചെയ്യുള്ളൂ. വേറെ ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ആയാലും ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ആയാലും ഈ പർട്ടിക്കുലർ ഹോസ്റ്റിൻ്റെ അകത്ത് വേറൊരു AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് ഒരു കാരണവശാലും AWS റൺ ചെയ്യത്തില്ല. ഓക്കെ. നമ്മുടെ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന മേ ബി വേറൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു, അത് ഹോസ്റ്റ് Aയിൽ അവൻ ലോഞ്ച് ചെയ്തു. അങ്ങനെയാണ് നമ്മൾ വേറൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് കൂടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ചിലപ്പം ഹോസ്റ്റ് Aയിൽ വരാം, അല്ലെങ്കിൽ ഹോസ്റ്റ് Bയിൽ വരാം, എവിടെ വേണമെങ്കിലും വരാം. ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റ് Aയിൽ തന്നെ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് പ്ലേസ്മെൻറ്റ്, എവിടെ ഈ പറഞ്ഞിരിക്കുന്ന സാധനം കൊണ്ടുപോയി പ്ലേസ് ചെയ്യണം എന്നുള്ളത് AWS ആണ് തീരുമാനിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെയിം AWS അക്കൗണ്ടിൽ തന്നെ നമ്മൾ വേറൊരു ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ഉണ്ടാക്കുകയെന്ന് വിചാരിക്കുക. അത് വേണമെന്നുണ്ടെങ്കിൽ AWSന് ഹോസ്റ്റ് Aയിൽ തന്നെ കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഹോസ്റ്റ് Aയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസും ഉണ്ടാവും, ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ടിൽ തന്നെ ഇരിക്കുന്ന വേറൊരു ഓൺ ഡിമാൻഡ് അക്കൗണ്ടും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ വേറൊരു അക്കൗണ്ട് ഉണ്ടാവില്ല. ഈ രണ്ട് ഹോസ്റ്റിൻ്റെ അകത്തും ഇനി ഒരിക്കലും വേറൊരു AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസ് AWS കൊണ്ടുപോയിട്ട് പ്ലേസ് ചെയ്യത്തില്ല. ഓക്കെ. ഇനിയിപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റ് Aക്കകത്ത് നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് പോലെ തന്നെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാം എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു, സ്റ്റോപ്പ് ചെയ്യുന്നു, ഇതിനിടയിലുള്ള പൈസ ഓൺ ഡിമാൻഡിൻ്റെ അകത്ത് കൊടുക്കുന്നത് പോലെ തന്നെ നമുക്ക് ആ ഇൻസ്റ്റൻസ് ടൈപ്പിന് എത്ര പൈസ വേണോ അത്ര പൈസ തന്നെ നമുക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിനും കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ സ്റ്റാർട്ടും സ്റ്റോപ്പും ചെയ്യുകയാണെങ്കിൽ ആദ്യം ചിലപ്പം അവൻ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ഹോസ്റ്റ് Aയിലാണ്
ബിയിലാണ് അവൻ പ്ലേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും നമ്മൾ ആ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഹോസ്റ്റ് എയിൽ തന്നെ സ്റ്റാർട്ട് ആവണമെന്നില്ല. ചിലപ്പോൾ അവൻ ഹോസ്റ്റ് ബിയിലായിരിക്കും സ്റ്റാർട്ട് ആകുന്നത്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റിലായിരിക്കും. അത് AWS പ്യുവർലി തീരുമാനിക്കുന്നതാണ് ഏത് ഹോസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മളുടെ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിന് ഹോസ്റ്റ് അഫിനിറ്റി എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമില്ല. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിൻ്റെ കേസിലാണെങ്കിൽ ഹോസ്റ്റ് അഫിനിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരിക്കലും നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ഒരു ഹോസ്റ്റിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഹോസ്റ്റിൽ തന്നെ നമുക്ക് വീണ്ടും അതിൻ്റെ അകത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിൻ്റെ കേസിൽ അത് നമുക്ക് പോസിബിൾ അല്ല. പ്യുവർലി എവിടെ ആണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പ്യുവർലി AWS ആണ് തീരുമാനിക്കുന്നത്. ഇനി നമുക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിൻ്റെ പ്രൈസിങ് നോക്കാം. ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിൻ്റെ പ്രൈസിങ് എന്ന് പറയുന്നത് ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസിൻ്റെ പ്രൈസിങ് പോലെ തന്നെയാണ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് പോലെ തന്നെ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നോ സ്റ്റോപ്പ് ചെയ്യുന്നോ അതിന് ഇൻസ്റ്റൻസ് ടൈപ്പുകൾക്ക് അനുസരിച്ചിട്ട് ആയിരിക്കും നിങ്ങൾ പൈസ കൊടുക്കേണ്ടത്. പക്ഷേങ്കിൽ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത് AWS കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അതായത് നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്തിരിക്കുന്ന ഇൻസ്റ്റൻസുകൾ മാത്രമേ ഒരു ഹോസ്റ്റിൽ അവൻ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ AWS ചെയ്യുന്നത് കാരണം AWS അഡീഷണൽ ആയിട്ട് കുറച്ച് പൈസയും കൂടി അല്ലെങ്കിൽ കുറച്ച് ഫീയും കൂടെ നമുക്ക് തരും. അതെന്ന് പറയുന്നത് ഓരോരോ റീജിയണിലും $2 per hour ആണ്. അതായത് ഇത് റീജിയൻ വൈസ് ആണ്. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം റീജിയൻ എക്കകത്ത് ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ഏത് ഇൻസ്റ്റൻസ് ടൈപ്പ് ആണോ അതിനനുസരിച്ചിട്ടിരിക്കുന്ന പൈസ നമ്മൾ കൊടുക്കേണ്ടി വരും. അത് കൂടാതെ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന ഓരോരോ ഹവറിനും $2 per അഡീഷണലും കൊടുക്കേണ്ടി വരും. ഓക്കെ, അതൊരു റീജിയനിലാണ്. ഇതിപ്പോൾ നമ്മൾ വേറൊരു റീജിയൻ്റെ അകത്ത് നമ്മൾ വേറൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റീജിയൻ്റെ അകത്തും നമ്മൾ ഈ പറഞ്ഞ പോലെ $2 അഡീഷണലി കൊടുക്കേണ്ടി വരും, പെർ അവർ അഡീഷണലി കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ റീജിയൻ എക്കകത്ത് തന്നെ നമ്മളൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ആ അവറിൽ നമ്മൾ $2 കൊടുക്കേണ്ടി വരും. ഇനിയിപ്പോൾ നമ്മൾ അഡീഷണലി എത്ര ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ പർട്ടിക്കുലർ ഹവറിൽ നമ്മൾ $2 കൊടുത്താൽ മതി. അതായത് ഇത് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ടല്ല ഈ പറഞ്ഞിരിക്കുന്ന അഡീഷണൽ ഫീ വരുന്നത്. അത് ഏതെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എങ്കിലും ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ റീജിയനിൽ ഉണ്ടെങ്കിൽ നമ്മൾ $2 കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. എത്രത്തോളം റീജിയനുകളിൽ നമ്മളിങ്ങനെ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നോ ഓരോരോ റീജിയനും നമ്മൾ $2 വെച്ചിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരും. ബാക്കിയെല്ലാം ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് പോലെയാണ് പ്രൈസിങ് വരുന്നത്. ഇതിൻ്റെ അടിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഇരിക്കുന്ന സേവിങ്സ് പ്ലാനുകളെല്ലാം അപ്ലൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നമ്മളിവിടെ ക്രിയേറ്റ് ആവുന്നില്ല, കാരണം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണലി $2 വരും കേട്ടോ. അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഇവിടെയാണ് ഇരിക്കുന്നത് എന്നൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. അപ്പം നമ്മൾ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ നോർമലി ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. നമ്മൾ ലോഞ്ച് ഇൻസ്റ്റൻസ് എന്ന് പറയുന്ന കാര്യം എടുക്കുന്നു, എന്നിട്ട് നമ്മൾ നേരത്തെ ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തതുപോലെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൊടുക്കുന്നു. എന്നിട്ട് അടിയിൽ പോയാൽ അഡ്വാൻസ്ഡ് ഡീറ്റെയിൽസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പർച്ചേസിങ് ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് ടെനൻസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരു അഡീഷണൽ ചാർജ് സപ്ലൈ ആവും എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ അഡീഷണൽ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ $2 എന്ന് പറയുന്ന ചാർജാണ് അവിടെ വരുന്നത്. ഓക്കെ, ഇത്രയും ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ നോർമലി ഓൺ ഡിമാൻഡ് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസ് ആയി മാറിക്കോളും. ഇത്രയേ ഉള്ളൂ ഡെഡിക്കേറ്റഡ് ഇൻസ്റ്റൻസിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.